ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്ത് സ്വീകരിച്ചത് 1654 പത്രികകൾ. 114 പത്രികകൾ ഇതിനകം പിൻവലിച്ചു. വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും മതിയായ ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇതുവരെ 4.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ മടങ്ങിവന്നതായി വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യവേനൽ അവധി 1 മാസമായി കുറച്ചെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 1654 പത്രികകളാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചത്. 114 പത്രികകൾ പിൻവലിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക്. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുള്ള തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അനുവദിച്ചു. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് പൂർത്തിയായി. അടുത്ത മാസം 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ അദ്ദേഹം തൃശൂരിൽ പ്രചാരണം നടത്തും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സംസ്ഥാനത്ത് UDF പ്രചാരണത്തിനായി എത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് ബേപ്പൂരിൽ NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിൽ 1ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി മുന്നണി സ്ഥാനാർത്ഥികൾ. വരും ദിവസങ്ങളിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ ജില്ലയിൽ പ്രചാരണത്തിനെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയോടെ പ്രചാരണം ആരംഭിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ 1ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മണ്ഡലതല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥികളുടെ 2ാം ഘട്ട പ്രചാരണം നാളെ മുതൽ ആരംഭിക്കും. മുന്നണികളുടെ താരപ്രചാരകർ കൂടി എത്തുന്നതോടെ വരും ദിവസങ്ങളിൽ ജില്ലയിലെ കനത്ത ചൂടിനെയും മറികടന്നായിരിക്കും പ്രചാരണ ചൂട് ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 28-നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 29-നും പാലക്കാട്ട് പ്രചാരണത്തിന് എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ജില്ലയിൽ പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ www.ceo.kerala.gov.in ൽ അന്തിമ വോട്ടർ പട്ടിക ലഭ്യമാണ്. കൂടാതെ സൂക്ഷ്മ പരിശോധനകൾക്കായി താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും വോട്ടർ പട്ടിക ലഭിക്കും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റി സൂക്ഷ്മ പരിശോധന നടത്താമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവിടങ്ങളിലായി പരന്നുകിടക്കുന്ന 30 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് അടുത്ത മാസം 9-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പുതുച്ചേരിയിൽ നിന്നും ആകാശവാണി ലേഖകൻ ബിപിൻ S. നാഥ്. നിലവിൽ ഭരണപക്ഷത്തുള്ള NDA സഖ്യവും പ്രതിപക്ഷത്തുള്ള INDIA സഖ്യവും തമ്മിലാണ് പുതുച്ചേരിയിൽ പ്രധാന മത്സരം. NDA സഖ്യത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രി N. രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ NR കോൺഗ്രസ് 16 മണ്ഡലങ്ങളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. NDA സഖ്യത്തിലെ മറ്റ് കക്ഷികളായ ഭാരതീയ ജനതാ പാർട്ടി 10 ഇടങ്ങളിലും ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം 2 ഇടങ്ങളിലും സഖ്യത്തിലേക്ക് പുതുതായി എത്തിയ ലക്ഷ്യ ജനനായക കക്ഷി 2 ഇടങ്ങളിലും ജനവിധി തേടുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 16 ഇടങ്ങളിലും ദ്രാവിഡ മുന്നേറ്റ കഴകം 12 ഇടങ്ങളിലും വിടുതലൈ സിരതകൾ
കക്ഷി, CPI എന്നിവ ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കാനായിരുന്നു മുൻ ധാരണ. എന്നാൽ സീറ്റ് ധാരണയിലെ അനിശ്ചിതത്വം പത്രികാ സമർപ്പണത്തിന് ശേഷവും നീണ്ടുനിന്നതോടെ ചില മണ്ഡലങ്ങളിൽ DMKയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സാഹചര്യമുണ്ടായി. സഖ്യത്തിന്റെ ഭാഗമായ CPIM 2 ഇടങ്ങളിൽ മത്സരിക്കുന്നു. മാഹിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM പിന്തുണയ്ക്കും. ഈ രണ്ട് മുന്നണികൾക്ക് പുറമെ നടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്രി കഴകം 28 ഇടങ്ങളിലും സഖ്യകക്ഷിയായ നേയം മക്കൾ കഴകം 2 ഇടങ്ങളിലും മത്സരിക്കുന്നു. യുവജനങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ശക്തമായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി എന്റെ വോട്ട് എന്റെ ശക്തി സംസ്ഥാനതല വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിന് മറ്റന്നാൾ തുടക്കമാകും. സംസ്ഥാന നിയമസേവന അതോറിറ്റിയും ഇലക്ഷൻ കമ്മീഷനും ജനമൈത്രി പോലീസും സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം മാനവീയ വീഥിയിൽ മറ്റന്നാൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഔട്ട്ലെറ്റുകളിൽ ആവശ്യമായ സ്റ്റോക്കുണ്ടെന്നും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ലോകമെമ്പാടുമുള്ള 41-ലധികം വിതരണക്കാരിൽ നിന്നും രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നുണ്ടെന്നും എല്ലാ റിഫൈനറികളും 100%-ലധികം ശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അടുത്ത 2 മാസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ട്. LPG ക്ഷാമം രാജ്യത്തെവിടെയും അനുഭവപ്പെടുന്നില്ലെന്നും തദ്ദേശീയ റിഫൈനറികളിലൂടെയുള്ള ഉൽപാദനം 40% വർദ്ധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി മൂലം ഉപഭോക്താക്കൾ കൂടുതൽ ബുക്ക് ചെയ്തതിനെ തുടർന്ന് LPG സിലിണ്ടറുകളുടെ ആവശ്യം 89 ലക്ഷം വരെ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് വീണ്ടും 50 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മാസത്തേക്കുള്ള വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ ശേഖരണം തുടർച്ചയായി നടന്നുവരികയാണ്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ ഷിപ്പിംഗ് സാഹചര്യവും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സസൂക്ഷ്മം വിലയിരുത്തുന്നതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരുവിധ വെല്ലുവിളികളും ഉണ്ടായിട്ടില്ല. 674 ഇന്ത്യൻ നാവികരെ മേഖലയിൽ നിന്നും ഇതിനകം സുരക്ഷിതമായി മടക്കിയെത്തിച്ചതായും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് 4.5 ലക്ഷത്തോളം പേർ ഇതുവരെ രാജ്യത്തേക്ക് മടങ്ങിവന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ വിക്ഷേപിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് അബുദാബിയിൽ 2 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്വൈഹാൻ സ്ട്രീറ്റിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് അപകടം. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് UAEയിൽ മരിച്ചവരുടെ എണ്ണം 11 ഉയർന്നു. അതിനിടെ പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് പണം പിരിക്കാനുള്ള ഇറാന്റെ നീക്കമാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പടക്കപ്പലായ USS ട്രിപ്പോളിയുടെ നേതൃത്വത്തിലുള്ള വൻ സൈനിക വ്യൂഹത്തെ ഹോർമൂസ് മേഖലയിലേക്ക് അയച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യവേനൽ അവധി 1 മാസമായി കുറച്ചെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അവധിയിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും വകുപ്പ് സെക്രട്ടറി K. വാസുകി അറിയിച്ചു. 2026 QS ടോപ്പ് 50 സബ്ജക്ട് റാങ്കിങ്ങിൽ ഇടം പിടിച്ച് രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. JNU, IIT ബോംബെ, IIM അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് റാങ്കിങ്ങിൽ ഇടം പിടിച്ചത്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. മാലയിൽ നടക്കുന്ന സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ശനിയാഴ്ച നടക്കുന്ന 2ാം മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,000 രൂപയും ഗ്രാമിന് 13,250 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ താപനില ഉയരുന്നു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്ത് സ്വീകരിച്ചത് 1654 പത്രികകൾ. 114 പത്രികകൾ ഇതിനകം പിൻവലിച്ചു. വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും മതിയായ ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ടെന്നും കേന്ദ്ര സർക്കാർ.
പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇതുവരെ 4.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ മടങ്ങി വന്നതായി വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യവേനൽ അവധി 1 മാസമായി കുറച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.